ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചുരിദാറിൻ്റെ സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് എങ്ങനെ തയ്ക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഞാനിതാ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം ഞാനിവിടെ നിവർത്തിയിടുകയാണ് കേട്ടോ. അപ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് വളയാതെ സ്ട്രൈറ്റോട് കൂടി നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന രീതി ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ചുരിദാറിൻ്റെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിൻ്റ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് രണ്ട് ഭാഗവും ഞാനിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിട്ടുള്ളത്. ആ രണ്ട് ഭാഗത്തെയും 1 ഇഞ്ച് സ്ട്രൈറ്റോട് കൂടി താഴെ വരെ നല്ല സ്ട്രൈറ്റിൽ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുത്ത 1 ഇഞ്ചാണല്ലോ, ആ 1 ഇഞ്ച് താഴെ വരെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. എന്നിട്ട് മടക്കി കൊടുത്തതിൻ്റെ വക്കിലായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോവാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതോറും തൊട്ടപ്പുറത്തുള്ള സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് സ്ട്രെയിറ്റായിട്ട് പിടിക്കുകയും വേണം കേട്ടോ. ഞാനിവിടെ കാണിക്കുന്ന പോലെ താഴോട്ട് സ്ട്രെയിറ്റായിട്ട് പിടിക്കുക. ഞാനിവിടെ കാണിക്കുന്ന പോലെ ചെയ്താൽ മാത്രമേ സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പുറത്തെ സ്ലിറ്റ് തയ്ക്കുമ്പോൾ അപ്പുറത്തെ സ്ലിറ്റ് ഒന്ന് താഴേക്ക് നിവർത്തി പിടിക്കുകയും വേണം കേട്ടോ. നിവർത്തി പിടിക്കാൻ പറഞ്ഞാൽ വല്ലാണ്ട് ഒലിച്ച് പിടിക്കരുത് കേട്ടോ, കുറച്ചൊക്കെ അയഞ്ഞ വിധത്തിൽ പിടിക്കേണ്ടതാണ്. എന്നിട്ട് ഞാനിതാ ഇവിടെ സൂചി കുത്തി നിർത്തി കേട്ടോ. എന്നിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നിന്നും ഇതാ സ്ലിറ്റ് രണ്ടും ഒരുപോലെ ഒരുമിച്ച് വച്ചു. എന്നിട്ട് തയ്യൽ തുമ്പിനായിട്ട് എടുത്ത 1 ഇഞ്ച് മടക്കിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല നീറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് ശ്രദ്ധിക്കണേ. സ്ലിറ്റ് നല്ല ഭംഗിയായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. ചുരിദാറിൻ്റെ ഒരു സൈഡിൽ 2 സ്ലിറ്റാണല്ലോ ഉണ്ടായിരിക്കുന്നത്, ആ രണ്ടാമത്തെ സ്ലിറ്റാണിത്. ഈ സ്ലിറ്റ് തയ്ക്കുമ്പോൾ നോക്കിക്കോളൂ, മറ്റേ സ്ലിറ്റ് ഒപ്പം തന്നെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ഞാൻ സ്റ്റിച്ചിങ് സെൻറ്ററിൽ നിന്ന് പഠിച്ചതൊന്നല്ല. കുറേ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സ്ലിറ്റ് ഭംഗിയായി തയ്ച്ചെടുക്കാൻ പഠിച്ചു ഞാൻ. പക്ഷേ ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒന്നാമത് പറഞ്ഞാൽ എനിക്ക് ട്രൈപോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ട്രൈപോഡ് ഇപ്പോൾ ഞാൻ വാങ്ങിയതേ ഉള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഞാനിപ്പോൾ ചുരിദാർ അധികം സ്റ്റിച്ച് ചെയ്യാറില്ല, റെഡിമെയ്ഡ് തന്നെ വാങ്ങിക്കാറാണുള്ളത്. ഇതാ ഇപ്പം നോക്കിക്കോളൂ, ചുരിദാറിൻ്റെ ഒരു സൈഡിലുള്ള 2 സ്ലിറ്റും തയ്ച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്തെ സ്ലിറ്റ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല ഭംഗിയിൽ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ചുരിദാറിൻ്റെ മറ്റേ സൈഡിലെ സ്ലിറ്റും കൂടി തയ്ച്ചെടുക്കുകയാണ്. ഈ ഭാഗത്തെ സ്ലിറ്റും അതേപോലെ തന്നെ തുണി അടിയിലൊന്നും ചുളുങ്ങിക്കൂടാതെ 2 സ്ലിറ്റ് നല്ല നീറ്റാക്കി വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഞാനിവിടെ ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ, നമ്മൾ ഈ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ ആ 2 ഭാഗത്തെ സ്ലിറ്റിൻ്റെ ആ തുണിയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വലിച്ച് നീറ്റാക്കി വെക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ബിഗിന്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ലിറ്റ് തയ്ക്കുക എന്നത് കുറച്ച് പണിയുള്ള കേസ് തന്നെയാണ്. ഇവിടെ സൂചി കുത്തിയിട്ട് ചുരിദാർ തിരിച്ചിടാം. എന്നിട്ട് ഇതാ ഇപ്പുറത്തെ സ്ലിറ്റ് തയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ ഇതാ നല്ല നീറ്റാക്കി വെച്ചിട്ട് 2 സ്ലിറ്റ് ഒരുപോലെ ആക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിസ്സാര കാര്യമായിട്ട് തോന്നാം, പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുള്ള സ്ലിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.